പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് CPI. പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ നിയമസഭാ കക്ഷിയിലെ മറ്റു ചുമതലകൾ ഏറ്റെടുക്കില്ല എന്നാണ് നിലപാട്. നിയമസഭാ കക്ഷി ചുമതലകൾ വേണ്ടെന്ന് CPIM നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആർ ശ്രീത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ആർ ശ്രീത്ത്, LDF-ൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. CPI ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അത് വേണമെന്ന് വാശിയിൽ തന്നെയാണ് നിലപാട് കടുപ്പിക്കുന്നു CPI. എന്തുകൊണ്ട് അത്തരം നിലപാടിലേക്ക് CPI പോകുന്നു എന്നത് മറ്റൊരു ചോദ്യമാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും എക്സിക്യൂട്ടീവിന്റെയും തീരുമാനപ്രകാരമാണ് നിയമസഭാ കക്ഷിയിൽ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ആവശ്യപ്പെടണമെന്ന തീരുമാനമെടുത്തത്. CPIയുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതുവരെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ CPIക്ക് നൽകാനുള്ള ഒരു നിലപാടിലേക്ക് CPIM വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ആ നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് CPI പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് LDF-നകത്ത് ഉരുണ്ടുകൂടിയിരിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട CPIയും CPIയും തമ്മിലുള്ള തർക്കം രൂക്ഷമായതുമൂലം ഇതുവരെ സംയുക്ത പാർലമെന്ററി പാർട്ടി യോഗം അഥവാ നിയമസഭാ കക്ഷി യോഗം വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചൊവ്വാഴ്ച നന്ദിപ്രമേയത്തിന്മേലുള്ള ചർച്ച നിയമസഭയിൽ ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോൾ സഭാതലത്തിലെ ഏകോപനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെയായി നിയമസഭാ കക്ഷി യോഗം വിളിച്ചേ തീരൂ. എന്നാൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച് തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെ സംയുക്ത പാർലമെന്ററി പാർട്ടി യോഗത്തിനില്ല എന്ന നിലപാടാണ് CPI സ്വീകരിക്കുന്നത്. മാത്രമല്ല, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകുന്നില്ലെങ്കിൽ പാർലമെന്ററി പാർട്ടിയിലെ മറ്റു ചുമതലകളൊന്നും CPI പ്രതിനിധികൾ ഏറ്റെടുക്കില്ല എന്ന കാര്യം കൂടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPIM നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. CPIയും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതോടുകൂടി LDF-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മറ്റൊരു പ്രതിസന്ധി ഉരുണ്ടുകൂടുന്നു. അത് അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് വരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കാര്യങ്ങൾ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. സംയുക്ത നിയമസഭാ കക്ഷി യോഗം പോലും ചേരാൻ കഴിയുന്നില്ല ആ മുന്നണിക്ക് എന്നുള്ളത് അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഇതിലൊരു സമവായത്തിനോ അല്ലെങ്കിൽ ഒരു പ്രശ്ന പരിഹാരത്തിനോ ആരുടെ ഭാഗത്തുനിന്നായിരിക്കും ഒരു ഇടപെടൽ ഉണ്ടാവുക? അതിൽ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ ശ്രീത്? പ്രജിൻ, സ്വാഭാവികമായും ഇക്കാര്യത്തിലൊരു പരിഹാരത്തിന് അല്ലെങ്കിൽ സമവായം ഉണ്ടാക്കാനുള്ള ഇടപെടൽ നടക്കേണ്ടത് മുന്നണിയെ നയിക്കുന്ന പ്രധാന പാർട്ടി എന്ന നിലയിൽ CPIM-ൽ നിന്നാണ്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനിൽ നിന്നുമാണ് ഇക്കാര്യത്തിലൊരു ഇടപെടൽ ഉണ്ടാകേണ്ടത്. എന്നാൽ ഇതുവരെയും അത്തരമൊരു ഇടപെടലില്ല. LDF യോഗത്തിൽ ഈ വിഷയങ്ങളൊന്നും ഉന്നയിച്ചില്ല എന്ന നിലപാടാണ് LDF-ന്റെ കൺവീനർ TP രാമകൃഷ്ണൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയായി പ്രതികരിച്ചത്. എന്നാൽ CPIM ഇത് LDF-ലേക്ക് കൊണ്ടുപോകേണ്ട വിഷയമല്ല, മറിച്ച് CPIക്കും CPIM-നും ഇടയിലുള്ള ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട വിഷയമാണ് എന്നാണ് CPIയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് പരസ്യമായി LDF യോഗത്തിൽ അത് ഉന്നയിക്കാൻ തങ്ങൾ തയ്യാറാകാതിരുന്നത് എന്നും CPI നേതൃത്വം വിശദീകരിക്കുന്നു. എന്തായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അത് മുന്നണി ബന്ധങ്ങളെ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് പോകും. CPIയും അതായത് ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ്റെ ഒരു ഏകാധിപത്യമാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ മാത്രം മുന്നണിയുടെ നേതാവായി ഉയർത്തിക്കാട്ടുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അത് രാഷ്ട്രീയമായി ശരിയല്ല. അതിനുകൂടി എതിരായി വിധിയെടുത്താണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതുകൊണ്ട് മുന്നണിയുടെ നേതൃത്വം ഏതെങ്കിലും ഒരു ഒറ്റക്കക്ഷിയിൽ മാത്രം കേന്ദ്രീകരിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം നിശ്ചയമായും ആവശ്യപ്പെടണമെന്നും ആ ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ടതില്ലെന്നും CPI തീരുമാനിച്ചത്. ആർ ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.